ഹായോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. ഒരു ലൈൻ വരയ്ക്കാൻ ഏറ്റവും കുറഞ്ഞത് 2 പോയിന്റ് വേണം. രണ്ടോ അതിൽ കൂടുതലോ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാന്നാണ് പറയുന്നത്. നമ്മളെ ഡെയിലി ലൈഫിൽ ആംഗിൾസ് പഠിക്കുന്നുണ്ട്. ഡെയിലി ലൈഫിൽ നമുക്ക് ആംഗിൾസ് എവിടെയൊക്കെ കാണാം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസിന്റെ എഡ്ജസിൽ നമുക്ക് ആംഗിൾസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ലൈനോ സൈറ്റും ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് പഠിക്കുമ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റിൽ റേ ഡയഗ്രാംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. റേ ഡയഗ്രാംസിൽ ഇന്റർസെക്റ്റിംഗ് ലൈൻസും പാരലൽ ലൈൻസും പഠിക്കുന്നുണ്ട്. പിന്നെ ഹൈറ്റ് ഓഫ് എ ടവർ, ഒരു ടവറിന്റെ ഹൈറ്റ് ഒക്കെ കാണാൻ നമ്മൾ ആംഗിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ പിന്നെ ലൈറ്റ് ഹൗസ് ഒരു ഷിപ്പിന്റെ അവിടേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആംഗിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലൈൻസും ആംഗിൾസിനെ പറ്റിയാണ്. ഇത് കഴിഞ്ഞാലുള്ള ചാപ്റ്റേഴ്സിൽ ഈ ലൈൻസ് ആൻഡ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ വേറെ കുറെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യും. നമുക്ക് ആദ്യം ലൈൻ സെഗ്മെന്റ് എന്താന്ന് ഒന്നുകൂടി നോക്കാം. ലൈൻ സെഗ്മെന്റ് എന്താ? എ പറഞ്ഞ പോയിന്റ് മുതൽ ബി പറഞ്ഞ പോയിന്റ് വരെയുള്ള 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ. ലൈൻ സെഗ്മെന്റിനെ നമ്മൾ എ ബി ബാർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ റേ ഉണ്ട്. റേ പറഞ്ഞാൽ ഒരു പോയിന്റ് മുതൽ അങ്ങ് പോകുന്ന ഇതിനെയാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. റേനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എ മുതൽ ബി ആരോ, എ ബി ആരോ, ബി എ ആരോ, ബി മുതൽ എ വരെ. ഇങ്ങനെയാണ് നമ്മൾ റേനെ റെപ്രസെന്റ് ചെയ്യുക. ലൈൻ സെഗ്മെന്റ് പറയുന്നത് എന്താ? ലൈനിന്റെ ഒരു ചെറിയ ഭാഗത്തിനാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. റേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോയിന്റ് നിന്ന് അങ്ങ് അനന്തമായിട്ട് പോകുന്നതിനാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. ലൈൻ എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തേക്ക് അങ്ങോട്ട് അനന്തമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ? എ ബി ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ജനറൽ ആയിട്ട് ലൈനിനെയും ലൈൻ സെഗ്മെന്റിനെയും റേനെയും ആ ലെങ്തിനെയും ഒക്കെ എ ബി എന്ന് പറഞ്ഞ എ ബി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എ ബിയോ പി ക്യോ അങ്ങനെ ഏത് വായിച്ചാലും അതാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊലീനിയർ പോയിന്റ്സ് ആണ്. കൊലീനിയർ മൂന്നോ അതിൽ കൂടുതലോ പോയിന്റ്സ് ഒരു ലൈനിൽ വന്നാലാണ് അതിനെ കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയാം. 3 അതിൽ കൂടുതലോ, 1 2 എ ബി സി, ഇത് 3 ഒരേ ലൈനിൽ വന്നാൽ അത് കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയാം. ഇങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മൾ നോൺ കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയും. നോൺ കൊലീനിയർ പോയിന്റ്സ്. ആംഗിൾ എങ്ങനെ കിട്ടുക നോക്കാം. An angle is formed when 2 rays originate from the same endpoint. ഒരേ എൻഡ് പോയിന്റിൽ നിന്ന് 2 റേസ് ഒറിജിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആംഗിൾ എന്ന് പറയും. ഇതാണ് ഒരൊറ്റ എൻഡ് പോയിന്റേ ഉള്ളൂ, അതിനാണ് നമ്മൾ ആംഗിൾ എന്ന് പറയാം. 2 റേസ് ഉണ്ട്. ഈ റേ ഇത് O ആണ്, ഇത് A ആണ്, ഇത് B ആണെങ്കിൽ OA എന്ന് പറഞ്ഞതും റേ ആണ്, OB എന്ന് പറഞ്ഞതും റേ ആണ്. OA OBയും റേസ് ആണ്. അതെന്താണ്? ആ OA and OB are called arms of the angle. OA and OB are called the arms of the angle. ആ ആംഗിളിന്റെ ആംസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ എൻഡ് പോയിന്റ് ഓന് എന്ത് വിളിക്കും? O is called vertex എന്ന് വിളിക്കും. ഓനെ നമ്മൾ എൻഡ് പോയിന്റ് ആയ ഓനെ നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് കുറച്ച് ആംഗിൾസ് പഠിക്കാം. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രീന്റെ ഉള്ളിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ?
എക്സാക്ട്ലി 90 ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താ? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90-ന്റെയും 180-ന്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയാം. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആംഗിളിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയാം. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രീൻ്റെയും 360-ന്റെയും ഇടയിലുള്ള 180 ഡിഗ്രീൻ്റെയും 360 ഡിഗ്രീൻ്റെയും ഇടയിലുള്ള ആംഗിളിനാണ് നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയും. ഇനി നമുക്ക് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്താണെന്ന് നോക്കാം. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും എക്സും വൈയും ആണ് കോംപ്ലിമെന്ററി ആംഗിൾസ് എങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 98 ഡിഗ്രി ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് 90 മൈനസ് വൈ എന്ന് പറയാം. സമ്മ് രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 കിട്ടും. അങ്ങനെയുള്ള ആംഗിൾസിനാണ് നമ്മൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയാം. ഈ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു 180 മൈനസ് വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 180 മൈനസ് എക്സ് അങ്ങനെ പറയാം. അങ്ങനത്തെ ആംഗിൾസിനാണ് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയാം. നമുക്ക് അഡ്ജസന്റ് ആംഗിൾസ് എന്താണെന്ന് നോക്കാം. അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആംഗിൾസിനാണ് നമ്മൾ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയാം. ഇതും ഇതും ഇതിലെന്താണ് കോമൺ ആയിട്ടുള്ളത്? കോമൺ വെർട്ടെക്സ് ഉണ്ട്. ഇതില് കോമൺ വെർട്ടെക്സ് ഉണ്ട്, ഒരു കോമൺ ആം ഉണ്ട് ഒ ബി. കോമൺ വെർട്ടെക്സ് ഒയും ഉണ്ട്, കോമൺ ആം ഒ ബിയും ഉണ്ട്. നോൺ കോമൺ ആംസ് ആർ ഓൺ ദ ഡിഫറെന്റ് സൈഡ്സ് ഓഫ് ദ കോമൺ ആം. കോമൺ ആം ഏതാ? ഒ എ. അതിന്റെ ഡിഫറെന്റ് സൈഡ്സിലാണ് നോൺ കോമൺ ആംസ് ഉണ്ടാവുക. അല്ല, കോമൺ ആം എന്താ? ഒ ബി. അപ്പൊ ഒ എയും ഒ സിയും രണ്ടും രണ്ട് സൈഡിലാണ്. ഒ ബിന്റെ രണ്ട് സൈഡിലാണ് ഒ എയും ഒ സിയും ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. നോൺ കോമൺ ആംസ് ആർ ഓൺ ദ ഡിഫറെന്റ് സൈഡ്സ് ഓഫ് ദ കോമൺ ആം. ഇനി നമുക്ക് ഈ ആംഗിൾ നോക്കാം. ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു എന്താ? എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഒ സി ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ആംഗിൾ കിട്ടും. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്താ നോക്കാം. നമുക്ക് അഡ്ജസന്റ് ആംഗിൾസ് ഉണ്ട്. എങ്ങനെയാ? എ ഒ ബി സി. ഇതില് നമുക്ക് എന്താ കോമൺ ആം? കോമൺ ആം എന്താ? ഒ ബി. കോമൺ ആം ആണ്. കോമൺ വെർട്ടെക്സ് ഉണ്ട്. എന്താ? ഒ ആണ്. നോൺ കോമൺ ആംസ് ഏതൊക്കെയാ? നോൺ കോമൺ ആംസ് ഏതൊക്കെയാ? എഒ ആൻഡ് ഒ സി. ഒ സിയോ എയോ നോൺ കോമൺ ആംസാ. നോൺ കോമൺ ആംസ് ഒരു ലൈന് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് the non-common arms form a line, then the angles are called linear pair. If the non-common arms form a line, then the angles are called linear pair. നോൺ കോമൺ ആംസ് ഒരു ലൈൻ ഫോം ചെയ്യാം. എഒയും ഒ സിയും എഒ സി വന്ന ഒറ്റ ലൈൻ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഈ പെയർ ഓഫ് ആംഗിൾസിനെ നമുക്ക് ലീനിയർ പെയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താ? ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു എന്താ? ഇത് സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ? എ ഒ സി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആംഗിളാ. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് നോക്കാം. രണ്ട് ലൈൻസ് ഉണ്ട്, അത് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയാം. ഇതാണ് നമ്മളുടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് 1, ഇത് 2. നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. എ ഒ സി, എ ഒ ഡി എന്ന് പറഞ്ഞാൽ
AOD ആംഗിൾ AODയും ആംഗിൾ COBയും, അതേപോലെ ആംഗിൾ AOCയും ആംഗിൾ BODയും. ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോയിട്ട് മുട്ടും, എവിടെയെങ്കിലും മുട്ടുന്ന ലൈൻസിനെയാണ് നമ്മൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയാം. എവിടെയും മുട്ടാതെ ഇത് അങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോകുന്ന, ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോകുന്നതിന് നമ്മൾ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയും, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയും. ഇനി ലെങ്ത് ഓഫ് ദ കോമൺ പെർപെൻഡിക്കുലേഴ്സ് അറ്റ് ദ ഡിഫറെന്റ് പോയിന്റ്സ് ഓൺ ദീസ് പാരലൽ ലൈൻസ് ഈസ് ദ സെയിം. ഈ പാരലൽ ലൈൻസിൽ കോമൺ പെർപെൻഡിക്കുലർ എടുക്കുകയാണ്. ഇവിടുന്ന് ഇവിടേക്കും ഒക്കെ കോമൺ ആയി പെർപെൻഡിക്കുലേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയാം. ഈ ലെങ്ത് ഈക്വൽ ടു ഇത് ലെങ്ത് ഓഫ് കോമൺ പെർപെൻഡിക്കുലേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയാം. ഇതിനെ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് എന്നും കൂടി പറയും. നമുക്ക് അടുത്ത ആക്സിയം നോക്കാം. ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ, then the sum of two adjacent angles so formed is 180 degree. നമുക്കൊരു ലൈൻ ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു റേ സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ, OA പറഞ്ഞ റേ സ്റ്റാൻഡ് ചെയ്യുകയാണ് PQ പറഞ്ഞ ലൈനിലെങ്കിൽ, the sum of two adjacent angles so formed is 180 degree. ഈ ആംഗിളും സം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 കിട്ടും എന്നാണ് പറയാം. ആംഗിൾ POA പ്ലസ് POA പറഞ്ഞ ഈ ആംഗിള് പ്ലസ് ആംഗിൾ AOQ ഈക്വൽ ടു 180 ഡിഗ്രി. അതിനെ നമ്മൾ എന്ത് പറയും? ലീനിയർ പെയർ എന്ന് പറയും. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയും. ലീനിയർ പെയർ ഒന്നുകൂടി പറഞ്ഞാൽ POA പറഞ്ഞ ആംഗിളും AOQ പറഞ്ഞ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. അതെങ്ങനെയാണ് എടുക്കുന്നത്? ഒരു റേ ഒരു ലൈനിന്റെ മുകളിൽ സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിലുള്ള കേസാണ് പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് ദ സം ഓഫ് ടു അഡ്ജസന്റ് ആംഗിൾസ് ഈസ് 180 then a ray stands on a line. ഇപ്പൊ പറഞ്ഞ ആക്സിയമിന്റെ കോൺവേഴ്സ്, നമുക്ക് സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഉണ്ട്. അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ആണെന്ന് വിചാരിച്ചോളൂ. എക്സും വൈ കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ആണെങ്കിൽ then a ray stands on a line. ഈ റേ ഒരു ലൈനിന്റെ മുകളിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് പറയാം. PQA. OA stands on line PQ. OA stands on a line. അടുത്ത ആക്സിയം നോക്കാം. If the sum of two adjacent angles is 180 degree, then the non-common arms of the angles form a line. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? രണ്ട് adjacent angles തന്നിട്ടുള്ളത്. അതിന്റെ സം എന്ന് പറയുന്നത് 180 ആണെങ്കിൽ, ഒരു 180 ആണെങ്കിൽ ഇത് എടുത്തു ഒരു ആംഗിള്, അത് അടുത്ത ആംഗിളും കൂടി ആഡ് ചെയ്തിട്ട് 180 കിട്ടുക. 180 പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. അപ്പൊ എന്താവും? അത് അതിന്റെ നോൺ കോമൺ ആംസ്. നോൺ കോമൺ ആം എന്താ? ഇതാണ് കോമൺ ആം, ഇത് നോൺ കോമൺ ആം. 1ഉം നോൺ കോമൺ ആം, 1ഉം 3ഉം ആണ് നോൺ കോമൺ ആം. കോമൺ ആം എന്താ? 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം 1 and 3 ഫോം എ ലൈൻ എന്നാണ് പറയുന്നത്. നോൺ കോമൺ ആംസ് ഒരു ലൈൻ ഫോം ചെയ്യുന്നതാണ് പറയാം. നമുക്ക് അടുത്ത തിയറം നോക്കാം. If two lines intersect each other, then the vertically opposite angles are equal. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ട്. ആദ്യം AB, PQ, ഇവിടെ O. ഇതില് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാ? AOQയും POBയും ഒരു സെറ്റാണ്. രണ്ടാമത്തെ സെറ്റ് ഏതാ? AOPയും BOQയും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് angles are AOQ and POB, then AOP and BOQ.
AOPയും BOQവും ഒരു സെറ്റാണ്, POBയും AOQവും വേറെ സെറ്റാണ്. അപ്പം ഇത് പ്രൂഫാണ്, പ്രൂഫ് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പം നമുക്ക് ലീനിയർ പെയർ എടുത്ത് നോക്കാം. ഏതൊക്കെയാ? ആംഗിൾ AOP പ്ലസ് ആംഗിൾ POB ഈക്വൽ ടു 180 ഡിഗ്രി. അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുകൊണ്ട് ലീനിയർ പെയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആംഗിൾ AOPനെ നമുക്ക് എങ്ങനെ എഴുതാം? 180 ഡിഗ്രി മൈനസ് ആംഗിൾ POB. ആംഗിൾ POB പ്ലസ് ആംഗിൾ BOQ ഈക്വൽ ടു 180 ഡിഗ്രി. അതും ലീനിയർ പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOQ എന്താ? 180 ഡിഗ്രി മൈനസ് ആംഗിൾ POB ആണ്. ഇന്ന് രണ്ടിന്ന് എന്ത് കിട്ടി? ആംഗിൾ ഇംപ്ലൈസ് ഇത് 1 പറഞ്ഞ ഇക്വേഷൻ, ഇത് 2 പറഞ്ഞ ഇക്വേഷൻ. അതിന്റെ RHS സെയിം ആണ്. അപ്പൊ LHS, സിൻസ് RHS is same, LHS should be equal. LHS എന്താ? ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ BOQ. AOPയും BOQയും ഈക്വൽ. അതേപോലെ നമുക്ക് മറ്റേതും പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ, lines PQ and RS intersect each other at point O. If angle POR to angle ROQ equal to 5:7, find all the angles. ഇതിൽ നമുക്ക് ആദ്യം ലീനിയർ പെയർ എടുത്തു നോക്കാം. ആംഗിൾ POR പ്ലസ് ആംഗിൾ ROQ എത്രയാ? 180 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആയിട്ടാണെങ്കിൽ ആംഗിൾ POR എന്തായിരിക്കും? 5/12 ഇൻറ്റു 180 എത്രയായിരിക്കും? 75 ഡിഗ്രി. ആംഗിൾ POR എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി. ആംഗിൾ ROQ എത്രയായിരിക്കും? 7/12 ഇൻറ്റു 180 ഡിഗ്രി എന്ന് പറയുന്നത് 105 ഡിഗ്രി ആയിരിക്കും. POR കിട്ടി, ROQയും കിട്ടി. PORും കിട്ടി, ROQയും കിട്ടി. ഇനി അടുത്തത് എന്താ? ആംഗിൾ SOQ ആണ്. SOQ എത്രയായിരിക്കും? POR ആയിരിക്കും. ആംഗിൾ SOQ എന്ന് പറഞ്ഞാൽ POR ആണ്. POR എത്രയാ? POR എന്ന് പറഞ്ഞാൽ 75 ആണ്. കാരണം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അടുത്ത ഏതാ വേണ്ടത്? ഇതും കിട്ടി. അടുത്ത ഏതാ? POS ഈക്വൽ ടു ആംഗിൾ POS ഈക്വൽ ടു ഏതാ? ആംഗിൾ ROQ ഈക്വൽ ടു 105 ഡിഗ്രി എന്ന് കിട്ടി. അതിൻ്റെ റീസൺ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ് അത് ഈക്വൽ ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ, റേ OS സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ POQ. Ray OR and ray OT are angle bisectors of angle POS and SOQ respectively. POS equal to X, find angle ROT. POS എന്ന് പറഞ്ഞാൽ ആംഗിൾ POS equal to X ആണ്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? OS ray stands on line POQ എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ? ആംഗിൾ POS പ്ലസ് ആംഗിൾ SOQ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. POS പ്ലസ് SOQ ഈക്വൽ ടു 180 എന്ന് കിട്ടി. ആംഗിൾ POS എത്ര? X ആണെന്ന് തന്നിട്ട്. ആംഗിൾ SOQ എത്രയായിരിക്കും? ഈക്വൽ ടു 180 മൈനസ് X ആയിരിക്കും. ആംഗിൾ SOQ ഈക്വൽ ടു 180 മൈനസ് X ആയിരിക്കും. റേ OR bisects
ആംഗിൾ പി ഒ എസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ, ആംഗിൾ പി ഒ ആർ ഈക്വൽ ടു ആംഗിൾ ആർ ഒ എസ് ഈക്വൽ ടു എന്താ, x/2 ആണ്. ഇത് മൊത്തം x ആണെങ്കിൽ അതിന്റെ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ പറഞ്ഞാൽ x/2 ആണ്. അതേപോലെ റേ ഏതാ, ഒ ടി ബൈസെക്സ് ഏതാംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നത്, ആംഗിൾ എസ് ഒ ക്യൂ ഇംപ്ലൈസ് ആംഗിൾ എസ് ഒ ടി ഈക്വൽ ടു ആംഗിൾ ടി ഒ ക്യൂ ഈക്വൽ ടു എത്രയാ, 180 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 90 മൈനസ് എക്സ് ബൈ 2 എന്നാണ്. 90 മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ആർ ഒ ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആർ ഒ എസും എസ് ഒ ടിയും നമുക്ക് കിട്ടി. ആർ ഒ എസ് ഇവിടെ x/2 എന്ന് കിട്ടി, എസ് ഒ ടി ഈക്വൽ ടു 90 മൈനസ് x/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ, ആംഗിൾ ആർ ഒ ടി ഈക്വൽ ടു ആംഗിൾ ആർ ഒ എസ് പ്ലസ് ആംഗിൾ എസ് ഒ ടി ഈക്വൽ ടു x/2 പ്ലസ് 90 മൈനസ് x/2. x/2 x/2 ക്യാൻസൽ ആയി പോയി, ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ OP, OQ, OR and OS are 4 rays. Prove that angle POQ plus angle QR plus angle SOR plus POS equal to 360 എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ആദ്യം എന്ത് ചെയ്യാം, ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇവിടെ ഒരു ടി എന്ന് ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ടി ഒ പി പ്ലസ് ആംഗിൾ പി ഒ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. കാരണം എന്താ, ലീനിയർ പെയർ ആണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടും. അടുത്തത് എന്താ, ആംഗിൾ ടി ഒ എസ് പ്ലസ് ആംഗിൾ എസ് ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ ക്യൂ ഈക്വൽ ടു 180. അതും എന്താ, ലീനിയർ പെയർ തന്നെയാണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ് അതും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടും. കാരണം ഇത് ലൈനാണ്, ടി ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ലൈനാണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ എന്താ, വി ഗെറ്റ് ആംഗിൾ ടി ഒ പി പ്ലസ് ആംഗിൾ ടി ഒ എസ് പ്ലസ് ആംഗിൾ പി ഒ ക്യൂ പ്ലസ് ആംഗിൾ എസ് ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി എന്ന് കിട്ടും. ഈക്വൽ ടു എത്രയാ, 360 ഡിഗ്രിയാണ്. ടി ഒ പി പ്ലസ് ടി ഒ എസ്. ടി ഒ പി എന്ന് പറഞ്ഞാൽ എന്താ, ടി ഒ പിയും ടി ഒ എസും ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ആംഗിൾ പി ഒ എസ് കിട്ടും. ആംഗിൾ പി ഒ ക്യൂ പ്ലസ് ആംഗിൾ എസ് ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ ക്യൂ ഈക്വൽ ടു 360 എന്ന് കിട്ടും.